പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ ആവശ്യകത ബോധ്യപ്പെടണമെങ്കിൽ പ്രകൃതിയെ അറിയണം. യുവതലമുറയെ പ്രകൃതിയോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഴശ്ശി ഗ്രന്ഥാലയത്തിലെ ഗ്രീൻ ലവേഴ്സ് ക്ലബ്ബ് മഴയാത്ര സംഘടിപ്പിച്ചത്. 4 ജില്ലകളിൽ നിന്നായി 50 പേർ യാത്രയിൽ പങ്കെടുത്തു. മഴയെ അറിയാനും കാടിനെ അറിയാനും കാട്ടിലൂടെ കയറി മഴ നനഞ്ഞാണ് നമ്മൾ വന്നിരിക്കുന്നത്. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചേകാടി ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ നിന്നാണ് സംഘം യാത്ര തുടങ്ങിയത്. വനത്തിലൂടെയായിരുന്നു 5 കിലോമീറ്റർ നടത്തം. ചേകാടി പാടത്തെ മഡ് ഫുട്ബോൾ കളിയോടെയാണ് മഴ നടത്തം സമാപിച്ചത്. യാത്രയിൽ പങ്കെടുത്തവർക്ക് വയനാട്ടിലെ പരമ്പരാഗത നെൽകൃഷിയെക്കുറിച്ചും വനാതിർത്തിയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ചും നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, വയനാട്. നമുക്കിപ്പം കമൽ തന്നെ തുടരുന്നുണ്ട്. കമൽ, വളരെ വ്യത്യസ്തമായ ഒരു യാത്രയല്ലേ മഴയാത്ര. പലപ്പോഴും മഴ കാണാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്, എന്നാലും നനയുന്ന കാര്യം വരുമ്പോൾ ഒരു മടിയാണ്. ഇവിടെ അതാണ് ആ ഒരു കാര്യമാണ് മറികടന്നിരിക്കുന്നത്. ഇപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞാൽ മഴയുടെ വൈബൊക്കെ ആസ്വദിക്കുന്ന ആളുകളൊക്കെ കൂടി വരുന്ന കാലമാണ്. പക്ഷേ കൂടുതൽ ആളുകളും മഴ നനയാൻ അത്ര താല്പര്യം പ്രകടിപ്പിക്കില്ല. മഴയത്ത് ഡ്രൈവ് പോവുക, അല്ലെങ്കിൽ റെയിൻകോട്ടൊക്കെ ഇട്ട് ബൈക്കിൽ പോവുക, അങ്ങനെയൊക്കെ അല്ലാതെ പൂർണ്ണമായും മഴ നനഞ്ഞ ഒരു നടത്തം എന്നുള്ളത് നമ്മളിൽ പലർക്കും ശീലമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പഴശ്ശി ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തകർ ഇത്തരത്തിലൊരു മഴ യാത്ര തന്നെ സംഘടിപ്പിച്ചത്. മഴയെ അറിയുക, പ്രകൃതിയെ അറിയുക, അങ്ങനെ യുവതലമുറയെ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യാത്ര. വയനാട്ടിലുള്ളവർ മാത്രമല്ല, 4 ജില്ലകളിൽ നിന്നായി 50 പേർ ഈ യാത്രയിൽ പങ്കെടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനോഹരമായ ഒരു പ്രദേശത്തു കൂടിയായിരുന്നു ഈ മഴയാത്ര. ചേകാടി എന്ന് പറയുന്നത് വയനാട്ടിലെ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമമാണ്. ചുറ്റും വനം, ഒരു ഭാഗത്ത് കബനി നദി, നിറയെ നെൽവയലുകളൊക്കെയുള്ളൊരു ഗ്രാമം. അവിടെ നിന്നാണ് യാത്ര തുടങ്ങി 5 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ച് യാത്രയുടെ അവസാനമുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചേകാടിയിലെ നെൽപ്പാടത്ത് മഡ് ഫുട്ബോൾ. കുറച്ചു കാലമായി മഴക്കാലത്ത് വയനാട്ടിലേക്ക് നടക്കുന്നൊരു വിനോദമാണ് ചെളി നിറഞ്ഞ പാടത്ത് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത്. ആ മഡ് ഫുട്ബോളോട് കൂടിയാണ് ഈ യാത്ര അവസാനിച്ചത്. കൂടുതൽ വിജ്ഞാനം ഇതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ പകർന്നു നൽകുക എന്നുള്ളതായിരുന്നു ഗ്രന്ഥശാല പ്രവർത്തകരുടെ. വളരെ വ്യത്യസ്തമായ ഒരു ആശയമല്ലേ, മഴ നനഞ്ഞുകൊണ്ടൊരു പ്രകൃതി അറിഞ്ഞുകൊണ്ടൊരു യാത്ര. എന്തായാലും അടിപൊളിയായിട്ട് നടന്നു. എം കമലാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്.